കവിഞ്ഞൊഴുകുമി അനുഗ്രഹം നിറഞ്ഞൊഴുകുമി അനുഗ്രഹം കവിഞ്ഞൊഴുകുമി അനുഗ്രഹം നിറഞ്ഞൊഴുകുമി അനുഗ്രഹം എൻ പാപവും ശാപവും ഒഴുകി ദൂരയാ ഞാൻ സൗഖ്യമാ. കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹത്തിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് നിങ്ങളുടെ ആയിരിക്കാൻ കർത്താവ് തന്ന കൃപയ്ക്കായി ഞാൻ നന്ദി പറയുന്നു യേശുവിനെ. യേശു എത്ര നല്ലവനാ. യേശു എന്ന് പറഞ്ഞ സ്നേഹം മാത്രമാണ്. ഈ ദിവസങ്ങളിൽ കർത്താവാണെങ്കിൽ ഞങ്ങളോട് മാത്രമല്ല സഭയോട് മൊത്തം പറഞ്ഞുകൊണ്ട് ഈ പറയുന്ന പ്രവർത്തിക്കുന്ന മനസ്സിൽ തോന്നിക്കുന്നതും കർത്താവിൻ്റെ ഗ്ലോറിയെ പറ്റിയാണ്. ഇഫ് യു റീഡ് ജോൺ 3 യോഹന്നാൻ 3-ാം അധ്യായം വായിക്കുമ്പോൾ നമുക്കറിയാം യേശു ആദ്യം കാനാവിൽ ഒരു കല്യാണത്തിനാണ് ചെന്നത്. അവിടെയാണ് it says in the Bible it was the first time the glory of God was manifested through Jesus Christ. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ അത് തന്നെയാണ് കേൾക്കാൻ പോകുന്നത്. How obedience will bring the glory of God and you will be able to see the glory in action. അത്ഭുതങ്ങൾ. Jesus said the most foolish thing. അവിടെയാണെങ്കിൽ they ran out of wine. അവരുടെ ആണെങ്കിൽ വീഞ്ഞ് തീർന്നു പോയി. യേശു പറഞ്ഞു നിങ്ങൾ ആ കൽപാത്രം ടേക്ക് ദാറ്റ് പോട്ട്സ് ആൻഡ് ഫിൽ ഇറ്റ് വിത്ത് വാട്ടർ. ആദ്യത്തെ മണ്ടത്തരം. നമ്മുടെ മനുഷ്യ ബുദ്ധിയിൽ നിന്ന് യേശു ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മൾ വിശ്വാസ പ്രവർത്തികൾ നമ്മൾ ചെയ്യത്തില്ലേ, ഈ പറയുന്ന എൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നത് കുഞ്ഞുങ്ങൾ വർഷങ്ങളായിട്ട് കുഞ്ഞുങ്ങളില്ലാത്തവർ നിങ്ങളൊരു വിശ്വാസത്തിൻ്റെ ഒരു പ്രവൃത്തി ചെയ്ത് നമ്മുടെ സഭയിൽ കുറേ സാക്ഷ്യങ്ങളാണ് കാണുന്നത്. നിങ്ങളാണെങ്കിൽ ഒരു ചെറിയ ഉടുപ്പെടുത്ത് വെച്ച് പ്രാർത്ഥിച്ച് ഇതാണെങ്കിൽ ഞങ്ങളുടെ ഉണ്ടാകാൻ പോകുന്ന മോന് അല്ലെങ്കിൽ മോൾക്കിടാൻ പോകുന്നതാണ്. നമ്മുടെ മാനുഷിക ചിന്തയിൽ അത് ചിന്തിച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഒരു മണ്ടത്തരമായിട്ട് തോന്നും. പക്ഷേ നിങ്ങളോട് ഞാൻ പറയട്ടെ, ഒന്ന് ചെയ്തു നോക്കിയേ. ഞാൻ യേശുവിൻ്റെ നാമത്തിലൊന്ന് പ്രാർത്ഥിച്ച് യു വിൽ സീ എ മിറക്കിൾ. നിങ്ങൾ നേരിടുന്ന ഏത് സാഹചര്യങ്ങളായിക്കോട്ടെ, നിങ്ങളുടെ അകത്ത് യേശു ഉണ്ടോ, നിങ്ങൾ യേശുവിൽ വിശ്വസിക്കുന്ന ഒരാളാണോ, യേശു പറയുന്ന കേട്ട് യേശുവിൻ്റെ കൂടെ നടന്നാൽ നിങ്ങളാണെങ്കിൽ ദൈവത്തിൻ്റെ മഹത്വം കാണും. യു വിൽ സീ ദ ഗ്ലോറി ഓഫ് ഗോഡ് ഇൻ ആക്ഷൻ. യു വിൽ സീ ദ ഗ്ലോറി ഓഫ് ഗോഡ് മാനിഫെസ്റ്റിംഗ് ഇൻ യുവർ ലൈഫ്. അത്ഭുതങ്ങൾ നടക്കും. സോ ഇന്നത്തെ അനുഗ്രഹിക്കപ്പെട്ട ഒരു മെസ്സേജിലേക്ക് നമുക്ക് പോകാം. ഗോഡ് ബ്ലെസ് യു അബണ്ടന്റ്ലി. ഗോഡ് ബ്ലെസ് യു. God bless you. ഹല്ലേലൂയ. കുശവൻ കയ്യിൽ കളിമണ്ണു ഞാൻ അനുദിനം നീ പണിയണമേ. കുശവൻ കയ്യിൽ കളിമണ്ണു ഞാൻ അനുദിനം നീ പണിയണമേ. നിൻ വചനം ധ്യാനിക്കുമ്പോൾ എൻ ഹൃദയം ആശ്വസിക്കും. നിൻ വചനം ധ്യാനിക്കുമ്പോൾ എൻ ഹൃദയം ആശ്വസിക്കും. താഴ്വരയിൽ ദീപമതാം നിൻ മൊഴികൾ. കൂരിരുളിൽ താഴ്വരയിൽ ദീപമതാം നിൻ മൊഴികൾ. John chapter 2 and verse 11. യോഹന്നാൻ എഴുതിയ സുവിശേഷം 2-ാം അധ്യായം അതിന്റെ 11-ാം. And this is the beginning of sign Jesus did in the Cana of Galilee and manifested his glory, and his disciples believed him. യേശു ഇതിനെ അടയാളങ്ങളുടെ ആരംഭമായി ഗലീലയിലെ കാനാവിൽ വെച്ച് ചെയ്തു, തന്റെ മഹത്വം വെളിപ്പെടുത്തി.
അവന്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. Hallelujah. Hallelujah. The Bible says വേദപുസ്തകം പറയുന്നു that the miracle in Cana കാനായിലെ അത്ഭുതം is the manifestation of the glory of God. അത് ദൈവ തേജസ്സിന്റെ വെളിപ്പെടുത്തലായിരുന്നു. Wherever the manifestation of the glory of God happens, ദൈവ തേജസ്സിന്റെ വെളിപ്പെടുത്തൽ അത് എവിടെ നടക്കുന്നുവോ supernatural happens. അതിമാനുഷികമായ അസാധാരണമായത് സംഭവിക്കും. Not miracle, supernatural wonder happens. കേവല അത്ഭുതങ്ങളല്ല, അതിമാനുഷികമായ അസാധാരണമായ വീര്യപ്രവൃത്തികൾ നടക്കും. The Bible says വേദപുസ്തകം പറയുന്നു this sign happened ഈ അടയാളം നടന്നത് when the manifestation of glory came. ദൈവ തേജസ് വെളിപ്പെട്ടു വന്നപ്പോഴാണ്. The glory of God was manifested. ദൈവ തേജസ് അവിടെ വെളിപ്പെട്ടു. We know what happened. നമുക്കറിയാം എന്താ സംഭവിച്ചത്. Wine was created just by water. ആ വെള്ളത്തിൽ നിന്ന് വെള്ളത്തെ വീഞ്ഞാക്കി മാറ്റി. Now water turning into wine is a sign. ആ വെള്ളം വീഞ്ഞാകുക എന്ന് പറയുന്ന ഒരു അടയാളമാണ്. It is such a big sign. അതൊരു വലിയ അടയാളമാണ്. Ordinary water സാധാരണ വെള്ളം becoming high grade wine അത് നല്ല ക്വാളിറ്റിയുള്ള വൈനായി മാറി. instantly. നിമിഷ നേരം It did കൊണ്ട് not take time, instantly. അത് തൽക്ഷണം സംഭവിച്ചു. I want to tell every one of you, ഞാൻ എല്ലാവരോടും പറയാം, when the glory of God is manifested in your life, ദൈവ തേജസ് നിന്റെ ജീവിതത്തിൽ വെളിപ്പെടുമ്പോൾ what years it will take, it will happen instantly. വർഷങ്ങൾ കൊണ്ട് നടക്കാത്തത് ക്ഷണനേരം കൊണ്ട് നടക്കും. It will happen so powerfully. അത് വളരെ ശക്തിയോടെ നടക്കും. Restoration happening instantaneously. പുനഃസ്ഥാപനം നിമിഷ നേരം കൊണ്ട് നടക്കും. That people will know it is a sign. ലോകം കണ്ട് മനസ്സിലാക്കും ഇതൊരു അടയാളമാണ്. Hallelujah. Hallelujah. This was the manifestation of the glory of God. ഇത് ദൈവ തേജസ്സിന്റെ വെളിപ്പെടുത്തലായിരുന്നു. Manifestation of the glory of God. ദൈവ തേജസ്സിന്റെ വെളിപ്പെടുത്തൽ. Why did it happen? എന്തിനു വേണ്ടി ഇത് സംഭവിച്ചു? You remember Jesus said like this. നിങ്ങൾ ഓർക്കുന്നോ, യേശു ഇങ്ങനെ പറഞ്ഞു. Jesus told Mary his mother, യേശു മറിയയോട് പറഞ്ഞു, it is not my time yet. ഇത് എന്റെ സമയമായിരിക്കുന്നില്ല. It is not his time yet to manifest the glory. ദൈവ തേജസ് വെളിപ്പെടുത്താനുള്ള സമയം ഇതുവരെ ആയിട്ടില്ല. Yet he is forced to manifest the glory. എന്നാൽ താൻ അത് ദൈവ തേജസ്സിനെ വെളിപ്പെടുത്തുവാൻ നിർബന്ധിക്കപ്പെട്ടു. What happens? You can accelerate God's timing. നമുക്കറിയാം എന്താണ് സംഭവിച്ചത്. ദൈവത്തിന്റെ സമയത്തെ നമുക്ക് വേഗതയിലാക്കുവാൻ കഴിയും. Everyone sitting over here, ഇവിടെ ഇരിക്കുന്ന എല്ലാവരുമേ we need not suffer or lack anything in our lives. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. ഒന്നിന്റെ കുറവ് അനുഭവിക്കേണ്ട കാര്യമില്ല. I don't mean that you should not work. അതിന്റെ അർത്ഥം നിങ്ങൾ ജോലി ചെയ്യേണ്ടെന്നല്ല. I'm not telling that you should be lazy. നിങ്ങൾ മടി പിടിച്ചിരിക്കണമെന്നല്ല ഞാൻ But പറയുന്നത്. the fruit you will get will be much higher than anyone in the world. എന്നാൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഫലമോ അത് ലോകത്തിലുള്ള ആർക്കെങ്കിലും കിട്ടുന്നതിനേക്കാൾ ഉന്നതമായ ഫലമായിരിക്കും. What hastened the glory of God? എന്താണ് ദൈവ തേജസ്സിനെ വെളിപ്പെടുത്തുന്നത്? What happened that Jesus was forced to do a miracle? യേശു അവിടെ ഒരു അത്ഭുതം ചെയ്യുവാൻ നിർബന്ധിക്കപ്പെട്ടുവല്ലോ. You know when the miracle happens, ആ അത്ഭുതം നടക്കുമ്പോൾ, when the sign happens, ആ അടയാളം നടക്കുമ്പോൾ, I want to tell everyone who is born again, cleansed with the blood of Jesus വീണ്ടും Christ, ജനിച്ച് ക്രിസ്തു യേശുവിന്റെ രക്തത്താൽ കഴുകപ്പെട്ട എല്ലാവരോടും ഞാൻ പറയട്ടെ, you are a sign to the world. നീ ലോകത്തിന് ഒരു അടയാളമാണ്. You and me are sign to the world. നിങ്ങളും ഞാനും ലോകത്തിന് ഒരു അടയാളമാണ്. The world will see the glory of God through you and me. ലോകം മുഴുവൻ ദൈവ തേജസ്സ് നിങ്ങളിലൂടെയും എന്നിലൂടെയും കാണും. The Bible says വേദപുസ്തകം പറയുന്നു, we are vessels of mercy prepared to display his glory. തന്റെ തേജസ്സിനെ വെളിപ്പെടുത്തുവാൻ ഒരുക്കപ്പെട്ടിരിക്കുന്ന കരുണാപാത്രങ്ങളാണ് നാം ഓരോരുത്തരും. Hallelujah. Hallelujah. Not only they can feel or sense, they can see the glory on you. അവർ അനുഭവിക്കുകയോ കേൾക്കുകയോ അല്ല, അവർ ദൈവ തേജസ്സ് നിന്നിൽ കാണുവാനിടയാകും. I believe ഞാൻ വിശ്വസിക്കുന്നു, God is entering us into a new season ദൈവം നമ്മെ ഒരു പുതിയ കാലത്തിലേക്ക് പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. where men and women are going to move in such great presence. ദൈവ സാന്നിധ്യത്തിന്റെ അത്ഭുത സാന്നിധ്യത്തിൽ നമ്മൾ നടക്കുവാൻ That പോകുകയാണ്. even when you are talking on the phone, നിങ്ങൾ ഫോണിൽ കൂടെ സംസാരിക്കുമ്പോൾ പോലും people will say, മറ്റുള്ളവർ പറയും, something is happening. ഓ എന്റെ മേൽ എന്തോ നടക്കുന്നു. I don't know what is happening. എന്നാ നടക്കുന്നതെന്ന് അറിയില്ല. The glory going into the phone lines and transmitting to them. ദൈവ തേജസ്സ് ഫോണിൽ കൂടി അവരുടെ മേൽ പകരപ്പെടുകയാണ്. Hallelujah. Hallelujah. When the glory comes, ദൈവ തേജസ്സ് വരുമ്പോൾ, when the glory is manifested, മഹത്വം വെളിപ്പെടുമ്പോൾ, what happened in this house? എന്താണ് ആ വീട്ടിൽ നടന്നത്? Number one, ഒന്ന്, before they were ashamed, before anyone could know, the shame was removed. അവർക്ക് വലിയൊരു ലജ്ജ വരാൻ പോവുകയായിരുന്നു. എന്നാൽ ആരെങ്കിലും അത് അറിയുന്നതിന് മുമ്പേ ആ ലജ്ജയ്ക്കുള്ള കാരണം മാറ്റപ്പെട്ടു. ഇന്ന് പകൽ ഈ സഭയിൽ വന്നിരിക്കുന്നവരും എന്നെ കാണുന്നവരും ഞാൻ ഒരു കാര്യം പറയാം. ദൈവ മഹത്വം നിങ്ങളിൽ ക്രിസ്തുവിന്റെ മഹത്വം ഉണ്ട്. അത് വെളിപ്പെടുമ്പോൾ സംഭവിക്കുന്ന എന്താന്ന് ചോദിച്ചാൽ, നിങ്ങൾ ഭയപ്പെടുന്ന വിഷയം, നിങ്ങൾ നാണം കെടുമെന്ന്
ഭയപ്പെടുന്ന വിഷയം നടക്കത്തില്ല. പകരം അവിടെ ഒരു അടയാളമാക്കി ദൈവം നിങ്ങളെ അനുഗ്രഹിച്ച് ഉയർത്തുക തന്നെ ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. മറ്റാരും അറിയുന്ന മുമ്പേ, അയൽക്കാര്, വീട്ടുകാര്, കുടുംബക്കാര് ആരും അറിയുന്ന മുമ്പേ നിന്നെ നാണം കടല്ല. വചനം പറയുന്നു, നിന്നയ്ക്ക് പകരം ഇരട്ടി മാന്യത, മഹത്വം ഇറങ്ങുമ്പോൾ. The Bible says, വേദപുസ്തകം പറയുന്നു, instead of shame, double honor. നിന്നയ്ക്ക് പകരം ഇരട്ടി മാന്യത. നിന്നയ്ക്ക് പകരം ഇരട്ടി മാന്യത. Come on, say നിന്നയ്ക്ക് പകരം. പറഞ്ഞാട്ടെ, നിന്നയ്ക്ക് പകരം ഇരട്ടി മാനം. Instead of shame, double glory. നിന്നയ്ക്ക് പകരം ഇരട്ടി മാനം. Oh, double glory. ഇരട്ടി മാനം. I want to guarantee everyone over here. ഇവിടെ ഇരിക്കുന്ന എല്ലാവരോടും ഞാൻ ഉറപ്പിച്ചു പറയാം, If you are being ashamed by your relatives, your friend, your neighborhood, നിങ്ങളുടെ അയൽവാസികൾ, നിങ്ങളുടെ സ്നേഹിതന്മാർ, മറ്റുള്ളവർ ചേർന്ന് ബന്ധുക്കൾ നിങ്ങളെ അപമാനിക്കുന്നുവോ, when the glory of God is manifested, that is Christ in you, ദൈവ തേജസ്സ് വെളിപ്പെടുമ്പോൾ അഥവാ ക്രിസ്തു നിന്നിലാകുമ്പോൾ, you will be made of double honor. നീ ഇരട്ടി മാനത്തിന് അപാത്രമാകും. The same people who condemned you will say glory to God because of you. നിന്നെ നിന്ദിച്ച അതേ മനുഷ്യർ നിന്നെ മാനിക്കും. ദൈവ തേജസ്സ് നിന്റെ മേലുള്ളത് You are a sign of God's glory. ദൈവ തേജസ്സിന്റെ അടയാളമായി അവൻ നിന്നെ മാറ്റും. When the glory of God is manifested, ദൈവ തേജസ്സ് വെളിപ്പെടുമ്പോൾ something awesome happens. അത്ഭുതകരമായത് സംഭവിക്കും. Number one, ഒന്ന്, in your personal life, നിന്റെ വ്യക്തി ജീവിതത്തിൽ, in your personal life, നിന്റെ വ്യക്തി ജീവിതത്തിൽ, in your family, നിന്റെ കുടുംബത്തിൽ something such a miracle, a sign happens. അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കും. The Bible says, വേദപുസ്തകം പറയുന്നു, this sign happened. ഈ അടയാളം നടന്നു. This sign happened ഈ അടയാളം നടന്നു because the glory was manifested. ദൈവ തേജസ്സ് അവിടെ വെളിപ്പെട്ടു. This sign happened ഈ അടയാളം നടന്നത് because the glory was manifested. ദൈവ തേജസ്സ് വെളിപ്പെട്ടതുകൊണ്ട്. If you read the Bible, വേദപുസ്തകം നിങ്ങൾ വായിച്ചാൽ the Bible says വേദപുസ്തകം പറയുന്നു, the Old Testament പഴയ നിയമത്തിൽ was glorious, അത് തേജസ്സേറിയതാണ്. but the New Testament എന്നാൽ പുതിയ is നിയമമോ even greater glory. അധികം തേജസ്സേറിയതായിരുന്നു. Even greater glory. വീണ്ടും Even തേജസ്സേറിയതാണ്. greater glory. അധികം തേജസ്സേറിയത്. Glory in Christ Jesus. ക്രിസ്തു യേശുവിൽ തേജസ്സേറിയത് Inside you. നിന്റെ ഉള്ളിൽ Manifested outside. വെളിപ്പെട്ടു വരുന്നു ലോകത്തിന്. Number two. Number two. The Bible says, വേദപുസ്തകം പറയുന്നു, when this sign happened, ഈ അടയാളം നടന്നപ്പോൾ, when the sign happened, ഈ അടയാളം the നടന്നപ്പോൾ, mayor of that place, ആ ദേശത്തിന്റെ മേയർ, the chief guest, അവിടുത്തെ പ്രധാന അതിഥി, he came and said, താൻ ഇങ്ങനെ വന്ന് പറഞ്ഞു, normally സാധാരണഗതിയിൽ the best is given first and the last is the worst. സാധാരണഗതിയിൽ ഏറ്റവും മികച്ച വീഞ്ഞ് ആദ്യം നൽകുകയും ലഹരി പിടിച്ചതിന് ശേഷം എളുപ്പമായതുമാണ് കൊടുക്കുന്നത് പതിവ്. But what is happening here? എന്നാൽ ഇവിടെ എന്താ സംഭവിച്ചത്? What does it show? എന്താണ് ഇത് പറയുന്നത്? When the glory of God is manifested, ദൈവ തേജസ്സ് വെളിപ്പെട്ടു വന്നപ്പോൾ, not only your home, നിങ്ങളുടെ വീട് മാത്രമല്ല, the whole city will start telling about you. ആ പട്ടണം മുഴുവൻ നിന്നെക്കുറിച്ച് പറയുവാൻ തുടങ്ങും. The whole city will start telling about പട്ടണം you. മുഴുവൻ നിന്നെക്കുറിച്ച് പറയുവാൻ തുടങ്ങും. Because the glory is seen and can be tasted now. കാരണം ആ തേജസ്സ് കാണാൻ കഴിയും, അത് ആസ്വദിക്കുവാൻ I കഴിയും. am talking about everyone in heavenly feast. സ്വർഗ്ഗവിരുന്നിൽ ഓരോ വ്യക്തികളെ കുറിച്ചും I am പറയുകയാണ്. taking of everyone who is seated over here. ഇവിടെ ഇരിക്കുന്ന എല്ലാവരോടും ഞാൻ പറയാം, If today this word is for you, ഈ വചനം ഇന്ന് നിനക്ക് വേണ്ടിയുള്ള, if you say this word is for me, നീ അത് ഏറ്റു പറയുന്നെങ്കിൽ ഈ വചനം എനിക്കെന്ന് you will പറയുന്നെങ്കിൽ, become the praise of his glory, not only in your home, but the whole community will be able to recognize. ആ തേജസ് നിന്റെ മേൽ വരുന്നത് നിന്റെ വീട്ടിൽ മാത്രമല്ല, നിന്റെ ദേശം മുഴുവൻ കാണുവാൻ തിരിച്ചറിയുവാൻ ഇടയാകും. Today, ഇന്ന് something awesome is happening in this tent. അത്ഭുതകരമായ കാര്യം ഇവിടെ നടക്കുകയാണ്. The power is so great, the glory is so present over here. ആ ശക്തി, തേജസ് ശക്തി വളരെ വലുതാണ് ഇവിടെ. If you say this is mine, ഇത് എന്റേതെന്ന് നീ പറയുന്നുവെങ്കിൽ, this word is for me, ഈ വചനം എനിക്കുള്ളതെന്ന് പറഞ്ഞാൽ, you will not walk out, you will swim out in the glory. നീ നടന്നായിരിക്കില്ല പോകുന്നത്, തേജസ്സിൽ നീന്തി തുടിച്ചു പോകുവാൻ ഇടയാകും. Hallelujah. ഹല്ലേലൂയ.
Can you tell yourself, this is my day? ഓ നിങ്ങൾക്ക് സ്വയം എന്ന് പറയാമോ, ഇത് എന്റെ ദിവസം, Oh, this is my day of miracle. ഇത് എന്റെ അത്ഭുതത്തിന്റെ ദിവസം, This is my day of miracle. ഇത് എന്റെ അത്ഭുതങ്ങളുടെ ദിവസമാണ്. That what did not happen in years is going to happen today, instantaneously, in my life, in my family, in my children, in my descendants. വർഷങ്ങൾ കൊണ്ട് നടക്കാഞ്ഞത് ഈ നിമിഷം തന്നെ എന്റെ ജീവിതത്തിൽ, എന്റെ കുടുംബത്തിൽ, എന്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ നടക്കാൻ പോവുകയാണ്. Oh, glory be to the Lord. യേശുവിന് മഹത്വം, Glory be to Jesus. കർത്താവിന് മഹത്വം, Glory be to Jesus, യേശുവിന് മഹത്വം. who always give us triumphs in every place. നമുക്ക് എല്ലായിടത്തും എല്ലായ്പ്പോഴും ജയം തരുന്ന ക്രിസ്തുവിന് മഹത്വം. Oh, എല്ലായിടത്തും എല്ലായ്പ്പോഴും എല്ലായ്പ്പോഴും ക്രിസ്തു എന്ന ദൈവ മഹത്വത്തിനാൽ നമുക്ക് ജയം. Hallelujah. Hallelujah. The Bible says, വേദപുസ്തകം പറയുന്നു, this sign, ഈ അടയാളം, this sign, ഈ അടയാളം, this sign. ഈ അടയാളം, പറഞ്ഞാട്ടെ അടയാളം. അടയാളം, ഒന്ന് ഉറക്കെ പറഞ്ഞ അടയാളം. അടയാളം, This sign ഈ അടയാളം was the manifestation അത് വെളിപ്പെടുത്തല of the glory that Jesus had. യേശുവിനുണ്ടായിരുന്ന തേജസ്സിനെ വെളിപ്പെടുത്തി. That supernatural thing. അതിമാനുഷികമായ അസാധാരണമായ കാര്യം Holy Spirit is telling me, പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നു, everyone who is attending the church here and is watching me live, ഇവിടെ സഭയിൽ കൂടിയിരിക്കുന്നവരും എന്നെ ലൈവായിട്ട് കാണുന്നവരും, from today, ഇന്നു മുതൽ supernatural interventions you will see. Supernatural things will happen in your life. You will be thirsty for God so much, you will say, I need your presence. അസാധാരണവും അതിമാനുഷികമായ ഇടപെടലുകൾ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കും. ഇന്ന് വരെ ലഭിച്ചിട്ടില്ലാത്ത ഒരു വലിയ ദാഹം അവൻ നിങ്ങളുടെ ഉള്ളിൽ നിക്ഷേപിക്കും. Hallelujah. ഹല്ലേലൂയ. What triggered Jesus to manifest the glory? ഈ തേജസ് വെളിപ്പെടുത്തുവാൻ എന്താ യേശുവിനെ പ്രേരിപ്പിച്ചത്? What is that key that will bring out the glory from me? എന്താണ് എൻ്റെ ഉള്ളിൽ നിന്ന് ആ തേജസ്സിനെ വെളിപ്പെടുത്തുന്ന ആ മർമ്മം? The Bible says, വേദപുസ്തകം പറയുന്നു, when a supernatural miracle had to happen, അസാധാരണമായ അത്ഭുതങ്ങൾ നടക്കേണ്ടതായി വരുമ്പോൾ, the Bible says, വേദപുസ്തകം പറയുക, Mary said, മറിയ പറഞ്ഞു, do as he says. അവൻ പറയുന്നത് പോലെ ചെയ്യുവിൻ. 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 The moment you do as he says, the glory will come upon you. അവൻ പറയുന്നത് പോലെ ചെയ്യുവാൻ തുടങ്ങുന്ന നിമിഷം ദൈവ തേജസ്സ് നിന്റെ മേൽ വരും. When you do as he says, നീ അവൻ പറയുന്നത് പോലെ ചെയ്യുമ്പോൾ might seem foolishness. ചിലപ്പോൾ അത് മണ്ടത്തരമായി നിനക്ക് തോന്നാം. Such foolishness. ഒരു വെറും മണ്ടത്തരമായി തോന്നാം. Such big foolishness. വലിയ ഭോഷത്വം. Jesus, we need wine. യേശുവേ ഞങ്ങൾക്ക് വീഞ്ഞു വേണം. But you are saying this is water. Bring water. നീ പറയുന്നത് വെള്ളം കൊണ്ടുവരാനാ. Hallelujah. ഹല്ലേലൂയ. I cannot understand this foolishness. എനിക്ക് ഈ മണ്ടത്തരം പിടികിട്ടുന്നില്ല. Keep quiet. നീ മിണ്ടാതിരിക്കുക. Do as he says. അവൻ പറയുന്നത് പോലെ നീ ചെയ്യ്. Do as he says. അവൻ പറയുന്നത് പോലെ നീ Do ചെയ്യ്. as he says. അവൻ പറഞ്ഞതുപോലെ നീ Do ചെയ്യ്. as he says. അവൻ പറയുന്നത് പോലെ നീ ചെയ്യ്. ചോദിക്കുന്ന മുമ്പ് നിന്റെ ആവശ്യം എന്താണെന്ന് നിന്നെ അവൻ അറിയാവുന്നത് കൊണ്ട് അവൻ പറയുന്നത് ചെയ്യ്. അവൻ പറയുന്നത് ചെയ്യ്. അവൻ പറയുന്നത് ചെയ്ത് ബുദ്ധിക്ക് ഭോഷത്വം എന്നാൽ അതിൽ ദൈവമാത്രം നിറഞ്ഞിരിക്കും. ആമേൻ. Bring the water. വെള്ളം കൊണ്ടുവാ. Fill the water. വെള്ളം നിറയ്ക്ക്. Fill the water. വെള്ളം നിറയ്ക്ക്. Jesus. യേശുവേ. Excuse me, Jesus. ഓ യേശുവേ എന്നോട് ക്ഷമിക്കണേ. I don't want water. എനിക്ക് വെള്ളമല്ല വേണ്ടിയത്. We want wine. ഞങ്ങൾക്ക് വീഞ്ഞാ വേണ്ടിയത്. If this doesn't come, അത് വന്നില്ലെങ്കിൽ we will be ashamed. ഞങ്ങൾക്ക് നാണക്കേടാ. You bring water. നീ വെള്ളം കൊണ്ടുവാ. We bring water. ഞങ്ങൾ വെള്ളം They കൊണ്ടുവാ. bring water. അവർ വെള്ളം കൊണ്ടുവന്നു. Second foolishness. രണ്ടാമത്തെ മണ്ടത്തരം. Take this and serve. ഓ ഇത് കോരിക്കൊണ്ട് വിളമ്പ്. Take this and serve. ഇത് കോരിക്കൊണ്ട് പോയി വിളമ്പ്. Jesus. യേശുവേ. ഇതുകൊണ്ട് വിളമ്പിയ ആൾക്കാർ തല്ലും. അവർക്ക് വീഞ്ഞ വേണ്ടിയ വെള്ളമല്ല.
Do as he says. അവൻ പറഞ്ഞതുപോലെ ചെയ്യ്. Do as he says. അവൻ പറയുന്നതുപോലെ ചെയ്യ്. Do as he says. അവൻ പറയുന്നതുപോലെ Do ചെയ്യ്. as he says. അവൻ പറയുന്നതുപോലെ Do ചെയ്യ്. as he says. അവൻ പറയുന്നതുപോലെ Do as ചെയ്യ്. he says. അവൻ പറയുന്നതുപോലെ Do ചെയ്യ്. as he says. അവൻ Do പറയുന്നതുപോലെ. as he says. അവൻ പറയുന്നതുപോലെ. The Bible says. വേദപുസ്തകം പറയുന്നു. The Bible says. വേദപുസ്തകം പറയുന്നു. Some people. ചില വ്യക്തികൾ ചില വ്യക്തികൾ did as he said അവൻ പറഞ്ഞതുപോലെ ചെയ്തു. and experienced the supernatural. അതിമാനുഷികമായ അത്ഭുതം അവർ ആസ്വദിച്ചു. Supernatural. അവർ അത് അനുഭവിച്ചു. Jesus. യേശു, I am from Galilee. ഞാൻ ഗലീലയിൽ നിന്ന് വരുന്നു. I know very well എനിക്ക് നന്നായിട്ട് അറിയാം that there is no fish in the daytime. പകൽ സമയത്ത് ഇവിടെ മീൻ കിട്ടുകയില്ല. Night I have been working, രാത്രി ഞാൻ മുഴുവൻ അധ്വാനിച്ചു. but I have not got a single fish. ഒരു ചെറുമീൻ പോലും കിട്ടിയില്ല. I know better fishing than you. എനിക്ക് നിന്നെക്കാൾ നന്നായിട്ട് മീൻ പിടിക്കാൻ അറിയാം. Peter, പത്രോസേ, do as he says. അവൻ പറഞ്ഞതുപോലെ ചെയ്യ്. Do as he says. അവൻ പറഞ്ഞതുപോലെ Do ചെയ്യ്. as he says. അവൻ പറഞ്ഞതുപോലെ ചെയ്യ്. Not your experience, നിന്റെ അനുഭവമല്ല, not your feeling. നിന്റെ പരിചയമല്ല. Today, ഇന്ന് if you hear this word, ഈ വചനം നീ കേട്ടാൽ don't harden your heart. നിന്റെ ഹൃദയത്തിൽ വാദിക്കാതെ. Hallelujah. ഹല്ലേലൂയ. Peter said, പത്രോസ് പറഞ്ഞു, anyhow, എന്നതാണെങ്കിൽ I will do as your word. നിന്റെ വാക്കിന് ഞാൻ ബലിയറക്കാം. ശൂന്യമായി പടക. ആമേൻ. അനുഭവത്തിൽ ഇങ്ങനെ പോയ ദാരിദ്ര്യമല്ല, ജപ്തിയല്ല, വീട് പോലും കാണത്തില്ല. എനിക്കറിയാം ഇത് അനുഭവം. എങ്കിലും ഇന്ന് കേൾക്കുന്ന ഈ വാക്ക് ഞാൻ എൻ്റെതാന്ന് എടുക്കാൻ പോവാ. ശൂന്യമായതിനെ നിറയ്ക്കുന്ന മാത്രമല്ല, ദൈവത്തിന്റെ മഹത്വത്തെ വെളിപ്പെടുത്തുന്നത് അവൻ പറയുന്നത് കേൾക്കുമ്പോഴാ. We do as he says. അവൻ പറഞ്ഞതുപോലെ ചെയ്യ്. Hallelujah. ഹല്ലേലൂയ. What you could not do the whole night, Peter. രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് നിനക്ക് ചെയ്യുവാൻ കഴിയാഞ്ഞത്. പത്രോസ് രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് കിട്ടിയില്ലല്ലോ. പക്ഷെ അവൻ പറയുമ്പോൾ വല ഇട്ട് ഇറക്കുന്ന മുമ്പ് 2 പടക് നിറച്ച. ആമേൻ. ഇത്രയും നാളെടുത്തില്ലേ ഒരു കപ്പ് വീഞ്ഞുണ്ടാക്കാൻ. ഇത് കപ്പലെ വീഞ്ഞല്ല, ബാരൽസ് ഫിൽഡ് വിത്ത് വാട്ടർ. ആ കൽപാത്രങ്ങൾ വെള്ളം കൊണ്ട് നിറച്ചു. It's filled with water. അത് വെള്ളം കൊണ്ട് നിറച്ചതാ. Turned into wine in a second. ഒരു സെക്കൻഡ് കൊണ്ട് അത് വീഞ്ഞായിട്ട് മാറി. 20,000 പേർക്ക് വേണ്ടിയുള്ള ഭക്ഷണം 1 മിനിറ്റ് കൊണ്ട് ഉണ്ടാകത്തില്ല. പക്ഷേ യേശുവിന്റെ കയ്യിലോട്ട് 5 അപ്പം കൊടുത്താൽ 20,000 കൊടുക്കാൻ മാത്രമല്ല 12 കൊട്ട വീട്ടിൽ കൊണ്ടുപോകാൻ ഉക്കാടും. Obedience triggers the supernatural. Obedience triggers the glory of God. The manifestation of God is by faith in the word of God. നിന്റെ അനുസരണം അത് അതിമാനുഷികതയെ കൊണ്ടുവരും. നിന്റെ അനുസരണം അത് തേജസ്സിനെ വിളിച്ചു കൊണ്ടുവരും. നീ അനുസരിക്കുമ്പോൾ ആ തേജസ് വെളിപ്പെട്ട് അത്ഭുതങ്ങൾ അവിടെ നടക്കും. Hallelujah. ഹല്ലേലൂയ. ഇന്നത്തെ എപ്പിസോഡ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ആൻഡ് വി പ്രേ that you start exploring and be engulfed in this glory all the time. Experiencing his glory. അതാ. നമുക്കാണെങ്കിൽ പ്രാർത്ഥിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും നിങ്ങൾ കാണുന്നവർ നിങ്ങളുടെ കൈ നിങ്ങളുടെ സ്ക്രീനിലോട്ട് ഒന്ന് സ്ട്രെച്ച് ചെയ്യാം. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോകും അല്ലേ? ജീസസ് ഐ പ്രേ. യേശുവെ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ 2 പേരും നിങ്ങൾ കാണുന്നവരും ഞങ്ങളും രണ്ട് മീഡിയത്തിലാണേലും ജീസസ് യുവർ പ്രസൻസ് കവേഴ്സ് ദി എർത്ത്. അങ്ങയുടെ സാന്നിധ്യം ഈ ഭൂമി മൊത്തം നിറഞ്ഞു നിൽക്കുകയാണല്ലോ. യേശു ഈ കാണുന്നവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ സ്നേഹത്തിൻ്റെ ആ സാന്നിധ്യം ഇപ്പോൾ ഈ കാണുന്നവർ എവിടെയാണോ അവരുടെ മധ്യത്തിൽ ഇറങ്ങി നിൽക്കുന്നതിനായി നന്ദി എൻ്റെ യേശുവേ. We pray for these people, oh Lord, everyone who is watching. Let your touch, let them feel your touch. Let them experience you. രോഗികളായിട്ട് കാണുന്നവരെ ഞാൻ പ്രാർത്ഥിക്കുന്നു എൻ്റെ യേശുവേ. ഞാൻ ആ ശരീരങ്ങളുടെ മേൽ അധികാരമെടുക്കുന്നു. ഇപ്പോൾ തന്നെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ഇപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ അവരുടെ ശരീരത്തിൽ ഒരു വ്യത്യാസം
സൗഖ്യം ഞാൻ കൽപ്പിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ. പ്രാർത്ഥന കേട്ടതിന് നന്ദി യേശുവേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. അടുത്ത തവണ കാണും വരെയും കർത്താവ് ധാരാളമായി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. God bless you.